ഹലോ, ഇന്ന് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മിക്സ് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, അതുപോലെ കുറച്ച് കോളിഫ്ലവർ. ഇതെല്ലാം അരിഞ്ഞ് ഒന്ന് ഇച്ചിരി നേരം ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ട് മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതിന് കൂടെ കുറച്ച് ഫ്രോസൺ മട്ടർ തണവ് മാറാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിൽ അത് ചൂടായി കഴിഞ്ഞപ്പോൾ ഈ കഴുകി എടുത്ത് വെച്ച, അതായത് ക്ലീനാക്കി വെച്ച ഈ വെജിറ്റബിൾസ് എല്ലാം കഴുകി വാരി ഇതിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ആ സമയം അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കതിന് വേണ്ട ആ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കുറച്ച് നേരം സിമ്മിൽ വെച്ചിട്ട് തന്നെ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ സമയത്ത് ഒരു സവാള, ഒരു 6 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ കൂടുതൽ എടുക്കാൻ പാടില്ല, കാരണം വെജിറ്റബിൾ കറി ആയതുകൊണ്ട് തന്നെ ഇഞ്ചി കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചിയും എടുത്തിട്ട് ഞാൻ ഇത് അരച്ചെടുക്കുന്നുണ്ട്. സവാള, വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, അത്രയും ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുത്ത്. അപ്പോഴേക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഐറ്റംസും അതിൻ്റെ കൂടെ മട്ടറും ചേർത്ത് ഷാലോ ഫ്രൈ ചെയ്ത് അത് മാറ്റി വെച്ചു. ആ സെയിം പാനിലേക്ക് കുറച്ചുകൂടി ഓയിൽ ആഡ് ചെയ്തു. ഇതിനകത്ത് ജീരകം, നല്ല ജീരകം, അതാണ് ഇവിടെയുള്ള കറികളുടെ ഒരു പ്രത്യേകത. നമ്മൾ ജീരകം വല്ല കറികളിലൊക്കെ, അതായത് അധികം കറികളിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ വെജിറ്റബിൾ കറികളിലെല്ലാം തന്നെ ഈ നല്ല ജീരകം യൂസ് ചെയ്യും. ആ നല്ല ജീരകം പൊട്ടിച്ചു. ഈ മിക്സിയിൽ അടിച്ചെടുത്ത സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അതിനകത്ത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ അതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ ഒരു 6 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ടതും ഒരു തക്കാളിയും ചേർത്ത് വീണ്ടും മിക്സിയിൽ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ കറികളിൽ എപ്പോഴും അരച്ചിട്ടാണ് ഇവർ ഇതെല്ലാം ചേർക്കുന്നത്. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തു, അതിൻ്റെയൊക്കെ പച്ചമണം വിട്ടോടെ മഞ്ഞൾപ്പൊടി ചേർത്തു. മുളക് പൊടി, നമ്മുടെ എരിവുള്ള മുളക് പൊടി ചേർത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. കൂടാതെ ഗരം മസാല, വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗരം മസാല, അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോഴേക്ക് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മൾ വീണ്ടും അരച്ച വെച്ച ആ സവാളയിലെ കാഷ്യൂനട്ടും തക്കാളി അതിൻ്റെ പേസ്റ്റ് ചേർത്ത് അതിൻ്റെ ഒന്ന് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറി അതിൻ്റെയൊക്കെ ഒന്ന് ഓയിലൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൽ ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. കസൂരി മേത്തി ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ്. അത് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡുകളിലെല്ലാം തന്നെ ചേർക്കുന്നതാണ്. അതിനൊരു പ്രത്യേക മണമാണ്. അത് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റും നമ്മുടെ നാടിൻ്റെ കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റും ഉണ്ട് അതിന്. അപ്പോൾ അതൊരു ഇച്ചിരി നമ്മൾ സ്പൂണ് കണക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ഈ 4 ഫിംഗർ കൊണ്ട് എടുക്കുന്ന ഒരളവാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അതും ചേർത്ത് മിക്സ് ചെയ്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് പനീർ മാറ്റി വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പനീറും ചേർത്ത് മിക്സ് ചെയ്ത് ആ പനീറിനെ ഒന്ന് കവർ ചെയ്ത്, ഷാലോ ഫ്രൈ ഒന്നും ആവില്ല, എന്നാലും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഇച്ചിരി കൂടി ഉപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിൽ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം, അതായത് ഇതിൻ്റെയൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞ് ഒന്നൊരു വെന്ത് വരുന്ന ആ സമയം അത്രയും മാത്രം മതി. ഇപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യമേ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇപ്പോഴും ഇതിന് ഉരുളൻകിഴങ്ങ് ഒന്നും മുഴുവനായിട്ട് വെന്തിട്ടുണ്ടാവില്ല, എന്നാലും ഇത് നമ്മൾ സാധാരണ കുക്കറിലൊക്കെ അടിച്ച് വെക്കുമ്പോൾ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതിന് ഒന്നുകൂടി രുചി കൂടിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ഇത് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. ആ വെള്ളം ചേർത്ത് ഇനി ഇതിനെ ഉരുളൻകിഴങ്ങും എല്ലാം വെജിറ്റബിൾസ് ഒന്നും കൂടി വെന്ത് സോഫ്റ്റ് ആവണ വരെ നമ്മളിതിനെ അടച്ച് വെച്ചിട്ടും തുറന്ന് വെച്ചിട്ടൊക്കെ ആയിട്ട് ഒന്ന് കുറുകിയ രീതിയിലേക്ക് ആക്കിയെടുക്കണം. അതുവരെ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. നമുക്കറിയാലോ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് സോഫ്റ്റ് ആയാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണ വരെ, ഇതൊന്ന് കുറുകി വരുന്ന വരെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ അവസാനം നമുക്കിതിൽ കുറച്ച് മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ ലാസ്റ്റ് കാണുന്നുണ്ടാവില്ല. ഞാനൊരു സ്വല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ മല്ലിയിലയും കൂടി ചേർത്ത് അതിൻ്റെ ഒന്നുകൂടി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് നല്ല മണമൊക്കെ നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് വെജിറ്റബിൾ കറി ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചപ്പാത്തിക്ക് നല്ലൊരു കറിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഈ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു.